ഇനി ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കിയിട്ട് ശരിയായില്ലെന്ന് ആരും പറയരുത് കേട്ടോ. നമുക്കിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൂട്ട് സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ 500 ml അതായത് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ എടുത്തു വെച്ച പാലിൽ നിന്നും കുറച്ച് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ ലൂസാക്കി എടുക്കണം. അടുത്തതായി പാല് തിളപ്പിച്ചെടുക്കാം. 500 ml പാലാണ്. അതിൽ നിന്നും 2 ടേബിൾ സ്പൂണോളം പാല് കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലാണിത്. ഇനി ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാലിൽ പാട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് തിള വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഒട്ടും കട്ടകളില്ലാതെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. കുറച്ച് ലൂസായി ഈ പാകത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നതെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ കട്ട പിടിച്ചിരിക്കും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. പാലിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയൊക്കെ മിക്സ് തണുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. കുറച്ച് പഴം ചെറുതാക്കി അരിഞ്ഞത്, ആപ്പിൾ, മാതള നാരങ്ങ, കറുത്ത മുന്തിരി, പച്ചമുന്തിരി. മുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ മധുരമുള്ളതും കുരുവില്ലാത്തതുമായിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കണം. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുമ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കരുത്. അതായത് സിട്രസ് ഫ്രൂട്ട്സ് ഒന്നും ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കരുത്. അതുപോലെ ഫ്രൂട്ട്സ് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കണം. ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് കുറേ നേരം വെക്കരുത്. പാലിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയൊക്കെ മിക്സ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്നും ആവശ്യത്തിന് എടുത്ത് അതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് അപ്പോൾ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്